എടാ അത് വീഡിയോ அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? என்ன தெரியுமா? டெவில்ஸ் கிச்சன். சாப்பாடு നമ്മള് ഗുണാക്കേവിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ സ്നോ വേൾഡ് ഉണ്ട് ഗൈസ്. അടിപൊളിയാണ്, നല്ല തണുപ്പും കാര്യം. കുറെ 6 ബോളുണ്ട് ഇവിടത്തെ. പിള്ളേര് നോക്കോട്ടാ ആ പെൺകുട്ടികള്. അല്ല ഗൈസ്, ഞങ്ങൾ അങ്ങനെ നമ്മുടെ പാലക്കാട് സ്റ്റേഡിയത്തിനടുത്തുള്ള ഗുണാക്കേവിക്ക് വന്നിരിക്കുകയാണ് കേട്ടാ. ഇന്നലെയായിരുന്നു ഉദ്ഘാടനം. മഞ്ഞുമൽ ബോയ്സിലെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. റിയൽ മഞ്ഞുമൽ ബോയ്സ്, അതായത് നമ്മുടെ സിനിമയല്ല, റിയൽ മഞ്ഞുമൽ ബോയ്സിനെ എല്ലാവരെയും ഇന്നലെ കാണാൻ പറ്റിയിട്ട് അവരോട് നിന്ന് ഇവിടെ നിന്ന് ഞങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തോട്ടെ ഗൈസ്. വളരെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് എന്തായാലും ഗുണാക്കേവ് എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇതൊരു എക്സിബിഷൻ ആണ്. ടിക്കറ്റ് കൗണ്ടർ അവിടെയുണ്ട്. പോയി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് പോയിട്ട് എങ്ങനെയുണ്ട് ഗുണാക്കേവ് എന്നൊക്കെ നമുക്ക് നോക്കാട്ടെ ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്താ പറയാ, ഇവിടെ ഈ പ്രാവശ്യം ഗുണാക്കേവിന് ഒരു പ്രത്യേകതയും കൂടി ഇട്ടിട്ട് ഗൈസ്. നമുക്ക് വ്ളോഗ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വ്ളോഗ് ചെയ്യൂ സമ്മാനം നേടും മറ്റൊരു പരിപാടി ഇട്ടിട്ടാ. അപ്പൊ ആ വ്ളോഗ് ചെയ്യുന്നവർക്കും ഇവിടെ സ്വാഗതം. അടിപൊളി. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്ക് നേരെ ഇപ്പൊ ആദ്യം പോയി ടിക്കറ്റ് ഒക്കെ എടുത്ത് ഗുണാക്കേവിന്റെ കാഴ്ചകളിലേക്ക് പോകാട്ടെ ഗൈസ്. ഒരുപാട് കാര്യങ്ങളുടെ അകത്ത് കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ പോയി കാണാം. പിന്നെ എക്സിബിഷൻ സെന്റർ, ജയന്റ് വീൽ, അങ്ങനെ ഒരുപാട് ഫുഡ് കോർട്ടുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് ഗുണാക്കേവിന്റെ കാഴ്ചകളിലേക്ക് പോണത് കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് അകത്തേക്ക് പോയാലോ. ഞങ്ങൾ എന്തായാലും ഗുണാക്കേവ് കാണാൻ വേണ്ടി പോകുകയാണ് ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഗുണാക്കേവിലേക്ക് സ്വാഗതം. ചരിത്രം മറക്കാനുള്ളതല്ല, ഓർക്കാനുള്ളതാണ് പാലക്കാട് ഫെസ്റ്റ് ഗുണാക്കേവ്. ഡിസംബർ 13 മുതൽ എല്ലാ ദിവസവും 4 മണി മുതൽ 9 മണി വരെയാണ് കേട്ടോ ഗൈസ്. ശനിയും ഞായറും മറ്റ് അവധി ദിവസങ്ങളിലൊക്കെ 3 മണി മുതൽ 9 മണി വരെയാണ്. ഇനി ഈ കാണുന്നത് വ്ളോഗ് കോൺടെസ്റ്റ് ആണ്. വ്ളോഗ് ചെയ്യുക, നമുക്ക് സ്മാർട്ട് ഫോൺ സമ്മാനമായിട്ട് നേടാട്ടോ. അതായത് നിബന്ധനകൾ: പാലക്കാട് ഫെസ്റ്റ് എൻട്രൻസ് മുതൽ എക്സിറ്റ് വരെ ഒരു സൂപ്പർ വ്ളോഗ് എടുത്ത് ഡിജോ അമ്യൂസ്മെന്റിന്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് കൊളാബ് ചെയ്യൂ. ഏറ്റവും കൂടുതൽ ലൈക്ക് നേടുന്നവർക്ക് സ്മാർട്ട് ഫോൺ സമ്മാനം. ഓക്കെ, അപ്പൊ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കേസ് ഇതാണല്ലോ. ഗുണാക്കേവ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ല, നല്ല മനോഹരം. ഒരു നമ്മളൊരു ഫോറസ്റ്റിലേക്ക് പോകുന്ന ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് പഴയ നമ്മുടെ എന്താ പറയാ, നമുക്ക് ടെലിഫോണൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ ഫോറസ്റ്റിന്റെ അത് ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. ടിക്കറ്റ് കൗണ്ടർ നേരെ കാണുന്നതാണ്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വരും. ഒരാൾക്ക് 120 രൂപയാണ് ഒരാൾക്ക്. അപ്പൊ നമ്മൾ ഇതിലെയാണ് അകത്തേക്ക് പോണത്. അപ്പൊ നമ്മൾ ഗുണാക്കേവിലേക്ക് പോകുമ്പോ ഒരു ഇതിലെ അങ്ങനെ പോകണം കേട്ടോ ഗൈസ്. ഒരു ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ച പോലെയാണ് അവിടെ. നമുക്ക് അകത്തേക്ക് പോവാം. അതെ, ഇത് 2 മാസം ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ അകത്തേക്ക് കേറുമ്പോ തന്നെ ഇതുപോലെ ഒരു മരമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് യഥാർത്ഥ ഇലയൊന്നുമല്ല, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇലകളൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരു തത്ത നിൽക്കുന്ന പോലെയുള്ള ഫീലും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. ഇവിടെ വരുമ്പോ തന്നെ ആ ഗുണാക്കേവ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ഡയലോഗും കാര്യങ്ങളൊക്കെയാണ് കേൾക്കണത് അല്ലേ. അടിപൊളി ഒരു ഫീലാണ് കേസ് അകത്തേക്ക് കേറുമ്പോ. നോക്ക്, ഇതാണ് എൻട്രി ഫീസ്. ഡിജെ അമ്യൂസ്മെന്റ് 8 എൻട്രി ടിക്കറ്റ് കേട്ടാ. 120 രൂപയാണ് ഒരാൾ.
അപ്പൊ പറഞ്ഞ ഈ മോളിനെ വിളിച്ചില്ലേ? മനിതർ ഉണർന്നു കൊള്ള ഇത് മനിതർ കാണലല്ല. ഇതില്ലേ നോക്ക് ഗൈസ്, നമ്മളെ ഈ ഗുണക്കേവ് എന്താ വഴി നിർമ്മിച്ചിരിക്കുന്നത് ഒരു തരം അല്ലേ പാറ പോലെ തോന്നിക്കാനുള്ള അതിന്റെ കരവിരുന്ന് ഞാൻ സമ്മതിച്ചിട്ട് ഗൈസ്. ഒരു പാറയിൽ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതുപോലെയൊക്കെ ഒരു ഫൈബർ പോലത്തെ സാധനമാണ്, ടക്ക് 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 സൗണ്ട് കേൾക്കുന്നത്. പിന്നെ ഇതൊക്കെ ശരിക്കത്തെ ഇലയാണ് കേട്ടോ, ഇത് ശരിക്കത്തെ ഇലയാണ്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇലയാണ്. ഈ തെങ്ങിന്റെ ഒക്കെ ഇതൊക്കെ ശരിക്കത്തെ പോലെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇന്നലെ അവർ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാ മഞ്ഞുമൽ ബോയ്സ് എല്ലാവരും യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കണ്ടുവിട്ട് ഗൈസ്. അന്ന് ഫോട്ടോസൊക്കെ എടുത്തു, അടിപൊളിയായിരുന്നു കേട്ടോ. അവർക്ക് നന്നായി സംസാരിക്കലൊക്കെ ഉണ്ട്, എന്നെ കണ്ടതും പോകാൻ വിളിച്ച് അല്ലേ, നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു ഗൈസ്. ഗുണാക്കേവ് വരുന്നതെന്ന് കുറേ ദിവസങ്ങൾക്ക് മുമ്പേ അറിഞ്ഞു. ഇവിടെ പണിയൊക്കെ നടക്കുമ്പോൾ അത് ഞങ്ങൾ ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എപ്പോഴാ ഇത് ഓപ്പൺ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഓപ്പൺ ചെയ്ത് ഞങ്ങൾ വന്നു ഗൈസ്. അപ്പോൾ ഇതിലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കുറച്ചായി കാണാം. அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? டெவில்ஸ் கிச்சன். சாத்தானின் இடக்கரை. ഈ മോളിനെ വിളിച്ചു അപ്പൊ ഞങ്ങൾ അകത്തേക്ക് വന്നോട്ട് കേസ് ഡെവിൾസ് കിച്ചന്റെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതൊരു ഗുഹ പോലെ അവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരുപാട് പാറകളൊക്കെ ഉള്ള പോലുള്ള ഒരു ഫീല്. എന്താ പറയാ, എട്ടുകാലികൾ, വലിയ വലിയ എട്ടുകാലികളും കാര്യങ്ങളും ഒക്കെ ഉള്ളേ, വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്ന പോലെ. കുറച്ചു നേരം കൂടി കഴിഞ്ഞ് ഇവിടെ കുറച്ച് ലൈറ്റും കൂടി വരുന്നുണ്ട് കേസ്. അപ്പൊ പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ നമ്മള് പാറകള് ഈ ഗുണക്കേവില് സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പേരൊക്കെ എഴുതിയിടാറുണ്ട് കേസ്. അതേപോലത്തെ കുറെ നാച്ചുറലായിട്ട് അറിയാൻ വേണ്ടിട്ട് കുറെ പേരുകളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പപ്പു, ലവ്, നേഹ, അങ്ങനെ ഒരുപാട് പേരുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അകത്തേക്ക് പോവാട്ടെ കേസ്. നോക്ക്, സ്റ്റെപ്പാണ്. ഇതിനകത്ത് നല്ല തണുപ്പും നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യാൻ എ സിയാണ്. ആഹാ, കുറച്ചും കൂടി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമ്മള് കുറച്ചും കൂടി ഒരു ഇരുണ്ട മുറിയിലേക്ക് പോകുന്ന പോലുള്ള ഒരു ഫീലാണ് കേസ് ഇവിടെ കാണുന്നത്. ഇവിടെ ഓരോ പേരുകളും ബാഡ് ബോയ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതല്ലേ, ഇതെല്ലാം ഇവിടെ പോയാലും നമ്മൾ കാണുന്ന കേട്ടോ ഒരു പേരാണ് ഈ ബാഡ് ബോയ്സ്. அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? டெவில்ஸ் கிச்சன். சாத்தானின் இடக்கரை. நீங்க நினைக்கிற மாதிரி இடம் இல்லப்பா இது.
அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? டெவில்ஸ் கிச்சன், சாத்தானின் அடுக்கல். நீங்க நினைக்கிற மாதிரி இடம் இல்லப்பா இது. அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? டெவில்ஸ் கிச்சன், சாத்தானின் அடுக்கல். நீங்க நினைக்கிற மாதிரி இடம் இல்லப்பா இது. ദൈവം പറഞ്ഞ மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல. அதையும் தாண்டி புனிதமான என்ன தெரியுமா? டெவில்ஸ் கிச்சன், சாத்தானின் அடுக்கல். நீங்க நினைக்கிற மாதிரி இடம் இல்லப்பா இது. ഗുണാക്കേവിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഗൈസ് ഇനി നമ്മൾ വെളിയിലേക്കാണ് പോണത്. ഇവിടെ ഫുഡ് കോർട്ടുകളും ഓരോ ഇനി സ്നോ വേൾഡിലേക്കാണ് നമ്മൾ പോണത് കേട്ടോ ഗൈസ്. സ്നോ വേൾഡ് ഇത് സ്നോ വേൾഡ് അല്ലേ സോ ഓക്കെ. അപ്പൊ ഞങ്ങള് സ്നോ വേൾഡിലേക്ക്, ഇതിനകത്ത് സ്നോ വേൾഡ് പറഞ്ഞ ഒരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ അകത്തേക്ക് വന്നിരിക്കുകയാണ്. ഓ അടിപൊളി. ഇതാ നേരെ കാണുന്നതാണ് സ്നോ വേൾഡ് കേട്ടോ ഗൈസ്.
നമ്മള് ഗുണാക്കേവിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ സ്നോ വേൾഡ് ഉണ്ട് ഗൈസ്. അടിപൊളിയാണ്, നല്ല തണുപ്പും കാര്യങ്ങളും. പിന്നെ അവര് സ്നോ വേൾഡിന്റെ എഫക്റ്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ബാക്കിൽ കുറെ പെൻഗ്വിനുകളുണ്ട്. പിന്നെ മഞ്ഞിന് വേണ്ടിട്ട് ഒരു താഴെ നോക്ക് ഗൈസ്. ആണെങ്കിൽ കൂടി മഞ്ഞ് വീഴുന്നതിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ട് കേസ്. ബാക്ക്ഗ്രൗണ്ടിൽ ഈ മഞ്ഞുമലകളുടെയും കൂടി ആയപ്പോ അടിപൊളി, ശരിക്കും ഒരു സ്നോ വേൾഡ് വന്നു പോലുള്ളൊരു ഫീലാണ് ഇവിടെ കിട്ടുന്നത്. അടിപൊളിട്ടാ. എന്തായാലും അടിപൊളി പരിപാടിയാണ് ഗുണാക്കേവ്. കുറെ ദിവസം വൈകിയെങ്കിലും സൂപ്പർ പരിപാടിയാണ് കേസ്. എന്തായാലും വരണം. ഇതൊക്കെ പെൻഗ്വിനുകളാണ് കേസ്. പെൻഗ്വിന്റെ മഞ്ഞാളങ്ങനെ തലയാട്ടുന്ന രീതിയിലുള്ള
കഴിഞ്ഞാൽ പിന്നെ കടകളൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുഡ് കോർട്ടാണ് കേട്ടോ. പാനിപൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടണത്. ആ ചേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. മുളക് ബജി, പാനിപൂരി രസമാവും. കുറേ 6 ബോളുണ്ട് ഇവിടത്തെ. എങ്ങനെ ഇട്ടാലും ഇത് 4-ആണല്ലോ. എത്രയായി? 12, 13, 13, 5, 18, 18, 3, 21, 23. അമ്പത് രൂപ. ശരി വെക്കാം. അടിപൊളി. എന്നാ പിള്ളേർ നോക്കോട്ടാ. ആ പെൺകുട്ടികള് അതിൽ കയറിയാലേ ഇവിടെ ശ്വാസം ഒന്ന് എന്താണ് ഗൈസ്, ഞങ്ങളിപ്പോ അടിപൊളി പരിപാടിയായിരുന്നു. നമ്മുടെ പാലക്കാട് വന്നിട്ടുള്ള പാലക്കാട് ഫെസ്റ്റ് അടിപൊളി പരിപാടി. ഗുണാക്കാവ് നല്ല രസമുണ്ടായിരുന്നു. ഇനി എന്തായാലും ഞങ്ങൾ ഒരു തവണ കൂടി വരട്ടെ ഗൈസ്. ഞങ്ങളുടെ മക്കളെ കൂട്ടിട്ട് ഒരിക്കൽ കൂടി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഇനി വീണ്ടും കാണാം. കേൾക്കുന്നില്ല അവിടെ? ഉത്സവക്കുടിയേറ്റം ഗുണാക്കേവ് ഡിസംബർ 14 മുതൽ കൊടൈക്കനാൽ തടാകത്തിനരികിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലെ പാലക്കാടിനെ പരിചയപ്പെടുത്തിയ DJ അമ്യൂസ്മെന്റ്. കാശ്മീരിൽ നിന്നും ഒഴുകിയെത്തുന്ന ഇളം കാറ്റിൽ കാശ്മീർ തടാകത്തിനരികിൽ മഞ്ഞിൽ മാത്രം ജീവിതം കണ്ടെത്തുന്ന എടാ അത് വീഡിയോ അപ്പോൾ നമ്മൾ ഗുണാക്കേവിലുള്ള ഒറിജിനലായിട്ടുള്ള ആളുകളെ കണ്ടു കേട്ടോ. സുഭാഷ് അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ ഗുണാക്കേവിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവാണ് ഗൈസ്. അടിപൊളി. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ വന്നു കേട്ടോ ഗുണാക്കേവ്. അപ്പോൾ ഗൈസ് ഇന്നാണ് ഗുണാക്കേവ് പാലക്കാട് ഓപ്പണിംഗ് ആയത് ഇന്നൊക്കെയാണ്. അപ്പോൾ ഇന്ന് റിയൽ മഞ്ഞുമൽ ബോയ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങൾ അവരുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി.